ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഫെബ്രുവരി 28 വരെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് എയർപോർട്ട് അതോറിറ്റീസ് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയൊരു തിരക്കാണ് എയർപോർട്ടിൽ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം 25 ലക്ഷത്തിലധികം യാത്രികരെയാണ് ദുബായ് എയർപോർട്ട് പ്രതീക്ഷിക്കുന്നത്. പ്രതിദിനം 2,80,000 ആളുകൾ ശരാശരി യാത്ര ചെയ്തേക്കാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്കുള്ള റോഡുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്ലൈറ്റിന്റെ കൃത്യസമയമൊന്നും കണക്കാക്കി ഇറങ്ങാതെ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെടണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അതിനായി റോഡ് മാർഗത്തിന് പകരം ദുബായ് മെട്രോ സൗകര്യം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക. സാധാരണ ഇറങ്ങുന്നതിനേക്കാൾ അല്പം നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ നിങ്ങളുടെ യാത്ര തിരിക്കുക. അതുപോലെ ദുബായ് മെട്രോയുടെ സൗകര്യവും പരമാവധി പ്രയോജനപ്പെടുത്തുക. റമലാൻ മാസത്തിൽ UAE-യിലെ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും. അതിൽ തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഓപ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ അവരുടെ സൗകര്യാർത്ഥം 70% വരെ ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാമെന്ന് കൂടി അതോറിറ്റീസ് അറിയിച്ചിരിക്കുകയാണ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇന്ന് സ്റ്റാറായി UAE-യുടെ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മറി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കാനായി കേരളത്തിലെത്തിയ അദ്ദേഹം പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ ബീച്ച് റൺ 2025-ന്റെ 8th എഡിഷനിൽ പങ്കെടുത്ത് കായിക താരങ്ങൾക്കൊപ്പം 5 കിലോമീറ്റർ റണ്ണിൽ പങ്കെടുത്തത്. കണ്ണൂർ ബീച്ച് റണ്ണിന്റെ രക്ഷാധികാരിയും ആഗോള മെഡിക്കൽ ഇൻവെസ്റ്ററുമായ ഡോക്ടർ ഷംഷീർ വയലിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സാമ്പത്തിക മന്ത്രി അവിടേക്ക് എത്തിയത്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തരായ കായിക താരങ്ങളുടെയും ഭരണകർത്താക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന ഈ ഒരു ബീച്ച് റൺ ശരിക്ക് ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം കായിക കൂട്ടായ്മയിലൂടെ കൂടുതൽ മനോഹരമാകുന്നതിന്റെ ദൃശ്യങ്ങൾക്കാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് വേദിയായത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി 2025 മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ 49.4 ഓവറിൽ 241 റൺസാണ് നേടിയത്. ഇന്ത്യയുടെ വിജയലക്ഷ്യം 242 റൺസ്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Zamzam Mandi, Bliss Institute, Office Based Furniture.